നമ്മൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ പല ജന്മദിനങ്ങൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ജന്മദിനാഘോഷം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു അപൂർവ ജന്മദിനത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു നിയമസഭയിലെ 20% MLA-മാരുടെ ജന്മദിനം ഇന്നാണ്. 38 MLA-മാർ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നു. ഏതായാലും ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ MLA-മാർക്കും ആശംസകൾ അർപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് 38 MLA-മാരുടെ ജന്മദിനം ഇന്ന് ഒരു ദിവസം, അതായത് ജൂൺ 1 എങ്ങനെ വന്നു എന്നുള്ളത് കൗതുകകരമാണ്. തീർന്നില്ല കൗതുകം. ബാക്കിയുള്ള ഒരു 10 MLA-മാരുടെ ജന്മദിനം ഈ മാസമാണ്. അങ്ങനെ ടോട്ടൽ ജൂൺ മാസത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുടെ എണ്ണം 48, ജൂൺ 1 ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുടെ എണ്ണം 38 MLA-മാർ. BJP സംബന്ധിച്ച് പ്രധാനമന്ത്രി അവരുടെ നേതാക്കൾക്കും അതുപോലെ സാധാരണ പൗരന്മാർക്കുമൊക്കെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കാറുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ കൈ കുഴയുന്ന ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. കാരണം 38 പേർക്ക് ഉള്ള ആ ഒരു ബർത്ത്ഡേ വിഷസാണ് അദ്ദേഹം നൽകേണ്ടത്. ഇതിന് കാരണമായി വന്നത് നമ്മുടെ രാജ്യത്ത് മുമ്പ് ഈ വിവര സാങ്കേതിക വിദ്യകളൊന്നും ഇത്ര ശക്തമായിരുന്നില്ല. ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ഇത്ര കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നില്ല. അക്കാലങ്ങളിലൊക്കെ ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുമ്പോൾ കൃത്യമായി ഡേറ്റ്, അതായത് ബർത്ത് ഡേറ്റ് ഓർമ്മയുണ്ടായില്ല രക്ഷകർത്താക്കൾക്ക്. അപ്പോൾ സ്കൂൾ അധികൃതർ ചെയ്യുന്നത് ജൂൺ 1 ബർത്ത് ഡേറ്റ് ആയിട്ട് നൽകാറാണ് ചെയ്യുന്നത്. പിന്നീട് അത് ഒഫീഷ്യലായി മാറുകയും ചെയ്യും. പക്ഷേ എപ്പോൾ ഏതായാലും ഇനി അത് മാറ്റുക നിവൃത്തിയുമില്ല. കാരണം സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ബർത്ത് ഡേറ്റ് എന്നാണ് ചോദിക്കുന്നത്. അന്ന് വലിയ സാക്ഷരതാ നിരക്കൊക്കെ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ രാജ്യത്തെ പല ഇടങ്ങളും അക്കാലങ്ങളിലൊക്കെ, പഴയ കാലങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് കൃത്യമായി അറിയാൻ യാതൊരു നിർവാഹവുമില്ല. അത് പറഞ്ഞു കൊടുക്കാൻ രക്ഷകർത്താക്കൾക്കൊട്ട് അറിയുകയുമില്ല. അപ്പോൾ സ്കൂൾ അധികൃതർ ഈ കുട്ടിയെ ചേർക്കുന്നതിനായിട്ട് അവരുടെ ഡേറ്റ് ജൂൺ 1 രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ ജൂൺ 1 രേഖപ്പെടുത്തിയവരാണ് ഇതിൽ കൂടുതൽ പേരും. അങ്ങനെയാണ് 38 പേർക്ക് ജന്മദിനം ഒരു ദിവസമായി മാറി. ഇപ്പോൾ അത് ഒഫീഷ്യൽ ജന്മദിനമാണ്. ഏതായാലും നമ്മുടെ ചുറ്റുപാടുകൾ പരതിയാൽ ഇതുപോലെ ഒരു ദിവസം തന്നെ ജന്മദിനം ആഘോഷിക്കുന്ന അനവധി പേരെ കണ്ടുമുട്ടാൻ പറ്റും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.